بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله البر الجواد هادي الأمة إلى سبيل الرشاد. أحمد حمدا يليق بالله الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا محمد وعلى آله وأصحابه ذوي الأمجاد. സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മുടെ അറിവിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഹൃദയത്തിലും അള്ളാഹു തസ്കിയത്ത് നൽകട്ടെ. നമുക്ക് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയുസ്സും ആരോഗ്യവും അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും സന്തോഷത്തിലായി അള്ളാഹു ദീർഘകാലം നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം പരിശുദ്ധമായ ഖുർആനിലെ നമ്മളിൽ മിക്കവാറും എല്ലാവരും തന്നെ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഒരു അധ്യായത്തെക്കുറിച്ച് പരിചയപ്പെടുത്തലാണ്. പതിവായി പാരായണം ചെയ്യുന്ന ആൾക്ക് ഖബർ ജീവിതത്തിൽ വളരെ സൗഖ്യം അള്ളാഹു നൽകുമെന്നും മഹ്ശറയിലേക്ക് വരുമ്പോൾ മലക്കുകളുടെ ചിറകിലായിരിക്കും അവൻ എത്തുക എന്നും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഈ അധ്യായം നിലവിൽ പാരായണം ചെയ്യുന്നവർക്ക് കൂടുതൽ സന്തോഷം നൽകുവാനും പാരായണം ചെയ്യൽ വല്ലപ്പോഴുമൊക്കെ ഉള്ള ആളുകൾക്ക് സ്ഥിരമായി പാരായണം ചെയ്യാൻ പ്രചോദനമാവാനും നമ്മുടെ ഈ വാക്കുകൾ അള്ളാഹു അതിനൊരു സബബാക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹുവിന്റെ ഖുർആൻ എന്ന നിലക്ക്, അള്ളാഹുവിന്റെ കലാം എന്ന നിലക്ക് അതിന് പൊതുവായി വലിയ മഹത്വം ഉണ്ട് എന്നത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് വസ്തുത. ചില അധ്യായങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉള്ളതായും ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഓരോ അധ്യായത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും രഹസ്യങ്ങളുമുണ്ട്. ഖുർആൻ മൊത്തത്തിൽ വലിയ ഒരു രഹസ്യത്തിന്റെ കലവറയാണ്. അതോടൊപ്പം തന്നെ ഓരോ അധ്യായങ്ങൾ ചില വിഷയത്തിൽ പ്രത്യേകം അവതരിക്കപ്പെട്ടതും ചില വിഷയങ്ങൾക്ക് പ്രത്യേകമായി ചികിത്സക്കായി ഉപയോഗിക്കുന്നതുമാണ് ഖുർആനിലെ ചില അധ്യായങ്ങൾ. വ്യത്യസ്തത നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നു ഈ വിഷയത്തിൽ. ഖുർആനിലെ ചില ആയത്തുകളും അങ്ങനെ തന്നെയാണ്. അധ്യായങ്ങൾ മാത്രമല്ല, ആയത്തുകളും ചില പ്രത്യേക വിഷയങ്ങളിൽ ഊന്നി പറഞ്ഞതും ചില ചികിത്സകളിൽ പ്രത്യേകമായി ചില ആയത്തുകൾക്ക് മാത്രം പല ഖുസൂസിയത്തുള്ളതായും ഒക്കെ നമുക്ക് അറിയാനും പഠിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അനുഭവത്തിൽ ധാരാളമുണ്ട്. ഇവിടെയാണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന അധ്യായം, സൂറത്തു തബാറക്ക, നമ്മൾ ചർച്ചയാക്കുന്നത്. സൂറത്തുൽ മുൽക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു വലിയ അധികാരിയുടെ ശബ്ദം പോലെ. രാജാതിരാജനായ അള്ളാഹുവിന്റെ രാജാധികാരത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും പരാമർശിക്കുക. ഇവിടെ പറയപ്പെടുന്ന അധികാരം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആധിപത്യത്തിൽ ഉള്ള അധികാരം, അതിന്റെ വിശാലതയെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ റബ്ബിനെ ശരിക്കും ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇതിന്റെ തുടക്കത്തിലെ ആയത്തുകൾക്ക് നൽകുന്ന വ്യാഖ്യാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂറത്തുൽ മുൽക്കിന് സൂറത്ത് യാസീനുമായി വലിയ ബന്ധമുണ്ട് എന്നാണ് സ്വഹാബികൾ തന്നെ ഇതിന് കൊടുത്ത വ്യാഖ്യാനം മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. സൂറത്ത് യാസീന്റെ 83-ാമത്തെ ആയത്ത്, അതായത് സൂറത്ത് യാസീൻ അവസാനിക്കുന്ന ആയത്ത്, ഏതൊരു ആശയത്തെ വിഭാവനം ചെയ്തുകൊണ്ടാണോ അവസാനിച്ച് സൂറത്ത് യാസീൻ നമ്മോട് യാത്ര പറയുന്നത്, അവിടം കൊണ്ട് തുടങ്ങാണ് സൂറത്തുൽ മുൽക്ക്. അതാണ് ഈ രണ്ട് അധ്യായങ്ങൾ തമ്മിലുള്ള ബന്ധം. അതായത് ഒരാളുടെ ദിനചര്യകളിൽ സൂറത്ത് യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിഅയും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സൂറത്ത് യാസീനും സൂറത്തുൽ മുൽക്കും തമ്മിൽ ഒരു അഭേദ്യ ബന്ധം ഉണ്ട് എന്ന് മഹാനായ സ്വഹാബി ശ്രേഷ്ഠൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം സ്വഹാബികൾ ഈ വസ്തുത നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഈ വസ്തുത കുറിക്കുന്നത് കാണാം.
അതായത് സൂറത്ത് യാസീനിലെ ആയത്തുകളിൽ വളരെ പവറുള്ള ഒരു ആയത്താണ് അതിന്റെ അവസാനത്തെ ആയത്ത്. മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവതരണമാണ്. സർവ അർവാഹുകളുടെയും ആധിപത്യം അല്ലാഹുവിൽ മാത്രമാണ് എന്ന് സമർത്ഥിക്കുന്ന അതിന്റെ അവസാനത്തെ ആയത്ത്. ഫസുബ്ഹാനല്ലദി ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. ഇതേ രീതിയിൽ പദഘടനയിലും അക്ഷരങ്ങളിലും ഒക്കെ നമുക്കൊരു സാമ്യത തോന്നുന്ന അതേ ആശയത്തെ തന്നെയാണ്, അതായത് സൂറത്ത് യാസീൻ അവസാനത്തെ ആയത്തിൽ കൊണ്ടുവന്ന അതേ ആശയത്തെ പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ മുൽക്ക് തുടക്കം വെക്കുന്നത് തന്നെ. യാസീൻ അവസാനിച്ചോടത്തുനിന്ന് മുൽക്ക് തുടങ്ങാണ്. ഈ അർത്ഥത്തിൽ മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി ഇതിന്റെ വ്യാഖ്യാനം കുറിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫസിറു ഹാദിഹി സൂറത്തി ഫി അവ്വലിഹാ കമാ അന്ന സിറ യാസീൻ ഫി ആഖിരിഹാ. സൂറത്തുൽ മുൽക്കിന്റെ രഹസ്യം ഇരിക്കുന്നത് അതിന്റെ ആദ്യത്തെ ആയത്തിലാണ്. ഏതുപോലെ സൂറത്ത് യാസീന്റെ രഹസ്യം ഇരിക്കുന്നത് സൂറത്ത് യാസീന്റെ അവസാനത്തെ ആയത്തിലാണ്. സൂറത്ത് യാസീന്റെ അവസാനത്തെ ആയത്ത്, അതായത് 83-ാമത്തെ ആയത്ത്, ഫസുബ്ഹാനല്ലദി ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ എന്നുള്ള ആയത്ത്. അവിടെ എല്ലാത്തിന്റെയും പരമാധികാരം അല്ലാഹുവിലാണ് എന്നാണ് പറയുന്നത്. വലിദാ തുഖറഉ ഇൻദൽ മുഹ്തദരി ലിഅന്ന വഖതൽ മൗതി ഖുബിദൽ മലകൂതു അല്ലദി ഹുവ റൂഹു വഹുവ ബിയദിഹി തആല എന്ന് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി തങ്ങൾ രേഖപ്പെടുത്തുന്നു. മരണവുമായി സൂചിപ്പിച്ചിട്ടുള്ള വചനമാണ് സൂറത്ത് യാസീന്റെ അവസാനം. അധികാരം മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലാണ്, റൂഹുകൾ മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലാണ്, എല്ലാവരെയും അള്ളാഹുവിലേക്കാണ് മടക്കുക. അത് തന്നെയാണ് സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തിലും പറയാം. അപ്പോൾ മരണാസന്നനായ മനുഷ്യന്റെ മുന്നില് സൂറത്ത് യാസീൻ ഓതൽ പവിത്രമായി കൽപ്പിക്കപ്പെട്ട പോലെ തന്നെയാണ് സൂറത്തുൽ മുൽക്കും ഓതാം എന്ന് തന്നെയാണ് ഈ തഫ്സീർ നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുന്നത്. ഈ രണ്ട് സൂറത്തുകളും അവസാനത്തിൽ, ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ, അതായത് സൂറത്ത് യാസീന്റെ അവസാനത്തിൽ വരുന്ന ആയത്താണ് സൂറത്ത് യാസീന്റെ ഏറ്റവും വലിയ രഹസ്യമെങ്കിൽ അതേ ആശയത്തിലുള്ള ആയത്ത് കൊണ്ട് സൂറത്തുൽ മുൽക്ക് തുടങ്ങാണ്. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ ആയത്താണ് ആ അധ്യായത്തിന്റെ മഹത്വത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമെന്ന് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, 30 ആയത്തൻ, അത് 30 ആയത്തുകളാണ്. ശഫഅത ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, അത് സ്ഥിരമായി പാരായണം ചെയ്യുന്ന ആൾക്ക് ആ അധ്യായം ശുപാർശയ്ക്ക് കാരണമാകും. അതുവഴി സ്ഥിരമായി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അങ്ങനത്തെ ഒരു അധ്യായം, 30 ആയത്തുകളുള്ള ഒരു അധ്യായം ഖുർആനിലുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. 30 ആയത്തുകളുള്ള ഒരു അധ്യായം ഖുർആനിലുണ്ട്. സ്ഥിരമായി പാരായണം ചെയ്യുന്ന ആൾക്കത് ശുപാർശയ്ക്ക് കാരണമാകുന്നതോടൊപ്പം പാരായണം ചെയ്യുന്നവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഏതാണ് അധ്യായം? വഹിയ സൂറത്ത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന അധ്യായമായ സൂറത്തുൽ മുൽക്കാണ് ആ അധ്യായമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസാണ്. അതാ ഹദീസുൻ ഹസനുൻ എന്ന് ഇമാം തുർമുദി രേഖപ്പെടുത്തുന്നു. 30 ആയത്ത, അത് പതിവായി പാരായണം ചെയ്താൽ ശുപാർശ ചെയ്യും ഈ അധ്യായം. അതുവഴി പാപങ്ങൾ പൊറുക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 30 ആയത്തിന് എടുത്ത് പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അധ്യായത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ആയത്തുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, അതിന്റെ പദഘടനയിൽ പോലും മുഫസ്സിരീങ്ങൾ എത്ര വലിയ ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി തങ്ങൾ രേഖപ്പെടുത്തുന്നു, 30 ആയത്ത് മാത്രമല്ല, ഹിയ 30 ആയ, 30 ആയത്ത് മാത്രമല്ല, കലിമ, 333 വചനങ്ങളാണ്. 30 ആയത്തുകൾ മാത്രമല്ല, 333 പദങ്ങൾ, വേർഡ്സ് സൂറത്തുൽ മുൽക്കിലുണ്ട്. മാത്രവുമല്ല, സൂറത്തുൽ മുൽക്കിൽ 1321 അക്ഷരങ്ങളുണ്ട്. അതിനൊക്കെ ആ കണക്കിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. 1321
അത് വലിയ പ്രാധാന്യമുള്ള ഒരു കണക്കാണ്. 1321 അക്ഷരങ്ങളാണ് സൂറത്തുൽ മുൽക്കിൽ വന്നിട്ടുള്ളത്. അള്ളാഹുവേ, മുഫസ്സിരീങ്ങൾ ഈ അധ്യായം വെച്ചുകൊണ്ട് ഗവേഷണം നടത്താം. ഈ 1321 അക്ഷരങ്ങൾ എന്ന സൂറത്തുൽ മുൽക്ക് എന്ന ഈ 333 പദങ്ങൾ എന്ന, അതായത് 30ഓളം ആയത്തുകൾ എന്ന ഈ അധ്യായത്തെ ഓരോ മുഅ്മിനും കാണാതെ പഠിക്കാൻ ഹബീബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതെങ്ങനെ കാണാതെ പഠിക്കാം? സമസ്തയുടെ സിലബസിലും മദ്രസ തലങ്ങളിലൊക്കെ സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, വിശ്വാസം. അങ്ങനെ ഉണ്ട്. മിക്കവാറും മദ്രസ സിലബസുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, വദിത്തു അന്ന തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു ഫീ ഖൽബി കുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനിന്റെയും ഹൃദയത്തിൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു, ഈ അധ്യായം മനപ്പാഠമായി ഉണ്ടാവണം എന്നത് എന്റെ മോഹമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കങ്ങ് നടത്തി കൊടുത്തൂടെ? എങ്ങനെയാ സൂറത്തുൽ മുൽക്ക് മനപ്പാടാക്ക? കുത്തിയിരുന്ന് കാണാതെ പഠിക്കല്ല വേണ്ട. അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഇത് പതിവായി ഓതി ഓതി കാണാതെ ആവണം. ഒരുപാട് ഉമ്മമാർക്കും സഹോദരിമാർക്കും ഇത് മനപ്പാടുണ്ട്. ഒരുപാട് ഉപ്പമാർക്ക് മനപ്പാടുണ്ട്. എന്നെ കേൾക്കുന്ന പലർക്കും ഇത് മനപ്പാടമുണ്ട്. അങ്ങനെ മനപ്പാടമുണ്ടെങ്കിൽ ഹബീബിന് നിങ്ങളോട് ഇഷ്ടമുണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഒരു മോഹമാണ്, ഇഷ്ടമാണ്. അവിടുന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇത് മനസ്സിലൊന്ന് മനപ്പാടുണ്ടാവുക എന്നുള്ളത്. കാരണം നാളത്തേക്ക് കുറച്ച് പണിയെടുത്താൽ മതിയേ. ഇത് മനസ്സിൽ മനപ്പാടം ഉണ്ട് എന്നും പാരായണം ചെയ്ത് മനപ്പാടമായതാ. അങ്ങനെയുള്ളവന്റെ ആഖിറം രക്ഷപ്പെടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബിന്റെ പതിവ് എന്തായിരുന്നു എന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് ലാ യനാമു ഹത്താ യഖറഅ സൂറത്തുൽ മുൽക്കി വ അലിഫ് ലാം മീം തൻസീൽ, സൂറത്ത് സജദയും സൂറത്തുൽ മുൽക്കും ഓതാതെ ഹബീബ് ഉറങ്ങാറില്ല. എല്ലാ രാത്രിയിലും ഇതെന്ന് മനസ്സിലാക്കാം. അതിന്റെ ഏറ്റവും അഫ്ദലായ സമയം രാത്രിയാണ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ ഏറ്റവും അഫ്ദലായ സമയം രാത്രിയാണ്. എപ്പോൾ പാരായണം ചെയ്താലും കൂലിയുണ്ട്. അഫ്ദലായ സമയം, ആ സുന്നത്തിന്റെ പൂർണ്ണത. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാമു ഹത്താ യഖറഅ സൂറത്തുൽ മുൽക്കി വ അലിഫ് ലാം മീം തൻസീൽ. അലിഫ് ലാം മീം തൻസീൽ അതായത് സൂറത്ത് സജദ, അതുപോലെ സൂറത്തുൽ മുൽക്ക്, ഇത് രണ്ടും പാരായണം ചെയ്യാതെ ഹബീബ് കിടന്നുറങ്ങാറില്ല. അപ്പൊ അതിന് പാരായണം ചെയ്യാൻ രാത്രി സമയത്ത് തിരഞ്ഞെടുക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സൗകര്യമില്ലെങ്കിൽ പകലാണെങ്കിലും അത് ചെയ്തു പോരുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തൊരു മഹത്വമാണ് ഈ അധ്യായം പാരായണം ചെയ്യുക വഴി നാളത്തേക്ക് കിട്ടാനുള്ളത്. എല്ലാവരും റബ്ബിന്റെ മഹ്ശറയിലേക്ക് പോകുന്ന വിഭൽ ഘട്ടത്തെക്കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വലിയ പ്രയാസപ്പെട്ടു പോകുന്ന ഒരു രംഗമാണ് മഹ്ശറയിലേക്ക്. ഒരു പുതിയ ഒരു സ്റ്റേജ് അഭിമുഖീകരിക്കാൻ വേണ്ടി സ്വന്തം അവസ്ഥയെക്കുറിച്ച് ബോധവാനായി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നെപ്പറ്റി ജനങ്ങൾക്കിടയിൽ ഞാൻ വലിയ മാന്യനാണെങ്കിലും ഞാൻ എവിടെയാണ് എന്നുള്ളത് എനിക്കറിയാം. അതൊരു ടെൻഷനായിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ അറിഞ്ഞതും കണക്ക് കൂട്ടിയതുമല്ല, നമ്മൾ മറന്നതു പോലും അവിടെ പ്രത്യക്ഷമാക്കപ്പെടും എന്ന ഒരു ബോധവും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ കൂടുതൽ ടെൻഷനാണ്. മഹ്ശറയിലേക്ക് വരുന്നത് പേടിച്ചരണ്ടുകൊണ്ടാ ഓരോരുത്തരും വരാ. സൂറത്തുൽ മുൽക്ക് പതിവായി പാരായണം ചെയ്യുന്നവൻ മഹ്ശറയിൽ വരുന്നത് രാജകീയമായ അവസ്ഥയിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖറഅഹാ യജീഉ യൗമൽ ഖിയാമത്തി അലാ അജ്നിഹത്തിൽ മലായികതി വലഹു വജ്ഹു ഫിൽ ഹുസ്നി കവജ്ഹി യൂസുഫ് അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം, സൂറത്തുൽ മുൽക്ക് ഒരാൾക്ക് പതിവായി പാരായണം ചെയ്യാൻ കഴിഞ്ഞു, അവൻ സൂറത്തുൽ മുൽക്ക് പതിവായിട്ട് പാരായണം ചെയ്യുന്നവനാണ്. ഇവൻ ഖിയാമത്ത് നാളിൽ വരുന്നത് മലക്കുകളുടെ ചിറകിന്റെ മുകളിലാ. മലക്കിന്റെ ചിറകിന്റെ മുകളിലാ. സൂറത്തുൽ മുൽക്ക് പാരായണം പതിവുള്ള ആള് വരാ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവരും ആമീൻ പറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ മുൽക്ക് പതിവായി പാരായണം ചെയ്യുന്നവൻ മഹ്ശറയിലേക്ക് വരുന്നത് രാജകീയമായ വരവാണ്, മലക്കിന്റെ ചിറകിന്റെ മുകളിൽ. ആ നേരം അവന്റെ മുഖത്തിന് എന്തോ ഒരു ഭംഗിയാ. ഹബീബ് പറയാണ്,
ആ മുഖത്തിന്റെ ഭംഗിയുണ്ടല്ലോ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖം പോലെ സൗന്ദര്യം തിളങ്ങി നിൽക്കുന്ന പ്രകാശിതമായ മുഖമായിരിക്കും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. സൂറത്തുൽ മുൽക്ക് പതിവായി പാരായണം ചെയ്യുന്നവനെ മഹ്ശറിൽ കാണുമ്പോൾ യൂസുഫ് നബീനെ പോലെ ഇരിക്കുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് രാജകീയമായി വരും. ഒരു സംഭവം കണ്ടോ? മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണ്. ധാരാളം മുഫസ്സിരീങ്ങൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ ഉദ്ധരിക്കുന്നുണ്ട്, റൂഹുൽ ബയാൻ ഉദ്ധരിക്കുന്നുണ്ട്, മറ്റു പല മുഫസ്സിരീങ്ങളും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ആ സംഭവം കണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലറബ ബഅദു സ്വഹാബത്തി ഖിബാഅഹു അലാ ഖബ്രിൻ വഹുവ ലാ യശ്അറു അന്നഹു ഖബ്റുൻ ഫൈദാ ഫീഹി ഇൻസാനുൻ യഖറഉ സൂറത്തുൽ മുൽക്ക്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഒരു യാത്രയിലെ ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന സഹാബി ഇറങ്ങി. അദ്ദേഹം വഴിയോരത്ത് സൗകര്യപ്രദമായ ഒരു ഭാഗത്ത് ഒരു ടെന്റ് കെട്ടി. ആ ടെന്റ് കെട്ടിയോടത്ത് അദ്ദേഹത്തിന് വേറെ ഒരു പ്രത്യേകതയും തോന്നിയില്ല. ഒരു സാധാരണ പരന്നു കിടക്കുന്ന മണ്ണ് വേറെ പ്രത്യേകതയൊന്നും തോന്നിയില്ല. അദ്ദേഹം അവിടെ ടെന്റ് കെട്ടി താമസം തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സൂറത്തുൽ മുൽക്ക്, ആ ടെന്റിന്റെ അകത്ത് എവിടെയോ സൂറത്തുൽ മുൽക്കിനോട് സമാനത തോന്നുന്ന ചില വചനങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യ ശബ്ദം കേട്ടു ആ സ്വഹാബി. ടെന്റിന്റെ അകത്ത് എവിടെന്നോ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യ ശബ്ദം. സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ അതിനോട് സാമ്യത തോന്നുന്ന വചനങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യ ശബ്ദം ഈ ടെന്റിന്റെ അകത്ത് കേട്ടു സ്വഹാബി. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതിന്റെ അടിയിൽ ഒരു ഖബറുണ്ടെന്ന്. ഖബറുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടൂലല്ലോ. പ്രത്യേകം പറയുന്നുണ്ട്, അന്നഹു ഖബർ. പൂർവ്വകാല സമുദായത്തിൽപ്പെട്ട ഏതോ ഒരു മഹാന്റെ ഖബറാണ് അവിടെ. കാലപ്പഴക്കം കൊണ്ട് ഖബർ ഉയർത്തി വെച്ചിരുന്ന ഭാഗം മണ്ണിങ്ങനെ കയറ്റി വെക്കൂലോ, ഒരു ചാണെങ്കിലും ഉയരത്തിൽ ഖബർ ഇങ്ങനെ ഉയർത്തണമെന്നാ ഖബറാണെന്ന് തിരിച്ചറിയാം. കുറെ കാലം കഴിയുമ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ പള്ളിപ്പറമ്പുകളിലുള്ള പഴയ ഖബറുകളൊക്കെ നിരന്ന കിടക്കുന്നത്. അതിപ്പോ ഒരുപാട് കാലമൊന്നും വേണ്ട, ഒരു കൊല്ലത്തെ മഴ കൊണ്ടാലും മതി, ഖബർ ഉയർത്തി വെച്ചത് പരന്നു പോകും. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത് ടെന്റിന്റെ അകത്തുനിന്ന. ടെന്റ് കെട്ടിയിരിക്കുന്നത് നിലവിൽ നിരപ്പായ ഒരു ഭാഗത്താണ്. പക്ഷെ അവിടെ പഴയകാലത്തെ സമുദായത്തിൽപ്പെട്ട ആരുടെയോ ഒരു ഖബർ, ആ ടെന്റ് അതിന്റെ മുകളിലായി. ടെന്റിന്റെ അകത്ത് ആ ഖബറുണ്ട്. സ്വാഭാവികമായി നമുക്കൊരു സംശയമുണ്ട്, പഴയകാല സമുദായം എന്ന് പറയുമ്പോൾ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു സമുദായം ആയിരിക്കുമല്ലോ. സൂറത്തുൽ മുൽക്കുള്ളത് ഖുർആനിലല്ലേ? അപ്പൊ എങ്ങനെയാ അവർക്ക് അന്ന് ഖുർആൻ കൊടുക്കാതെ ഈ സൂറത്തുൽ മുൽക്ക് അന്നത്തെ ആൾക്ക് എങ്ങനെ കിട്ടി? ഈ ഒരു സംശയം സ്വാഭാവികമായി നമുക്കുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ പഴയ കാലത്തെ ഈ ഖബർ പൂർവിക സമുദായത്തിലെ ആളുടേതാണ്. കാരണം ഈ അധ്യായത്തിന്റെ അംശഭാഗം തൗറാത്തിലും ഇൻജീലിലും ഉണ്ടായിരുന്നുവെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിന്റെ അംശഭാഗം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സൂറത്തുൽ മുൽക്കിനോട് സമാനത തോന്നാവുന്ന, സാദൃശ്യത തോന്നാവുന്ന ഒരു പാരായണമാണ് സ്വഹാബി കേട്ടത്. ഈ അധ്യായത്തിന്റെ അംശഭാഗം തൗറാത്തിലും ഇൻജീലിലുമുണ്ട്. പാരായണം കേട്ടാൽ മുൽക്ക് പോലെ തന്നെ തോന്നും, മുൽക്കിന്റെ അംശമായിരുന്നത്. പൂർണ്ണമായ രീതിയിൽ ഖുർആനിലാണ് സൂറത്തുൽ മുൽക്ക് അവതരിച്ചിട്ടുള്ളത്. കാരണം ഖുർആൻ സമ്പൂർണമായതുകൊണ്ട് സമ്പൂർണ്ണ രൂപത്തിൽ തന്നെ ഇവിടെ അവതരിച്ചു. മുൻകാല ഗ്രന്ഥങ്ങൾ സമ്പൂർണമല്ലാത്തത് കൊണ്ട് ഈ മുൽക്ക് സൂറത്തിന്റെ അംശഭാഗമാണ് അതിലുള്ളത്. അപ്പോൾ ഏതായാലും ആ സ്വഹാബി ആ ശബ്ദം കേട്ടു. ഒരു മനുഷ്യ ശബ്ദം, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന മനുഷ്യ ശബ്ദം ഈ സ്വഹാബി കേട്ടു. ടെന്റിന്റെ അകത്ത് പിന്നെ കിടക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഖബറിന്ന് ആ ശബ്ദം കേട്ടു. അങ്ങനെയൊക്കെ തോന്നാ, ഈ നമുക്ക് ഒരു സംശയമൊക്കെ തോന്നും, ഖബറിന്ന് ഇപ്പൊ അങ്ങനെയൊക്കെ ശബ്ദം കേൾക്കൂ? ഖബറിന്ന് വർത്താനം പറയുന്നത് പുറത്തുള്ള ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല. എത്രയോ മഹാന്മാർ അങ്ങനെയൊക്കെ ഖബറിലുള്ള ആളുകളുടെ ശബ്ദം കേട്ട് തിരിച്ചും മറുപടി പറഞ്ഞിട്ടുണ്ട്. മഹാനായ ചെറുവാളൂർ ഉസ്താദിന്റെ അവസാനത്തെ സമയം, അവിടുന്ന് വഫാത്താകുന്നതിന്റെ തൊട്ടടുത്ത സമയം, ആ ആശുപത്രിയിലേക്ക് പോകുന്നത് ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഖബറെടുത്തുന്ന.
ഷംസുലമയുമായ ഖബറിനോട് ചേർന്ന് നിന്ന് ഉസ്താദ് അവர்கள் സംസാരിച്ചതായി കണ്ടവരുണ്ട് എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് ഹൃദയം ബന്ധപ്പെടുന്ന അർവാഹിന്റെ ലോകത്തേക്ക് മഹാന്മാർക്കുള്ള ആ വലിയ ബന്ധം ഷെയ്ഖുന ഷംസുലമയോട് ചെറുവാളൂർ ഉസ്താദിന് ഉണ്ടായതായി അവിടുത്തെ ജീവിത ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരാം. ഷംസുലമ തങ്ങളും ഇതുപോലെ തന്നെ മറ്റു പല മഹാന്മാരുടെയും ഖബറിടത്തിൽ ചെന്നാൽ അവരോട് സംവദിക്കുമായിരുന്നു എന്നതും ആ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഖബറകത്തിന്നും സലാമീനെ കേട്ടോവർ ഖബറകത്തുള്ളവരോട് മോളിന്തോവർ. ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖബറാളിയോട് സംസാരിക്കും. ഏതായാലും ഖബറിൽ നിന്നും ശബ്ദം കേൾക്കാൻ സ്വാലിഹീങ്ങൾക്ക് കഴിയും. അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. ഖബറിലുള്ളവർ എന്തായാലും കേൾക്കുന്നുള്ളതിൽ തർക്കമില്ലല്ലോ. കാരണം നമ്മൾ സലാം പറയുന്നുണ്ട്, അത് ഖബറാളി കേൾക്കുന്നുണ്ട്. ഖബറാളി സലാം അടക്കുന്നുണ്ട്. ഖബറാളിയോട് സലാം പറഞ്ഞാൽ ഉടനടി അള്ളാഹു കഴിവ് കൊടുത്തു പറയും മറുപടി. ഖബറാളി ഏതായാലും സലാം പറയുന്നുണ്ട്, സലാം അടക്കുന്നുണ്ട്. ഖബറിൽ നിന്നും ഈ ശബ്ദം കേൾക്കുന്ന സ്വഹാബി ഉണ്ടല്ലോ, ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ലറബ്തു ഖിബാഇ അലാ ഖബ്രിൻ വ അന ലാ അഅലമു അന്നഹു ഖബ്ർ. നബിയേ, എന്റെ യാത്രയിൽ ഞാൻ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഭാഗം തിരഞ്ഞെടുത്തു. നിരപ്പായ മണ്ണിൽ ഖബർ ഉണ്ടെന്ന് തോന്നുന്നില്ല നബിയേ. അവിടെ ഞാൻ ഖബർ ഉണ്ടെന്ന് അറിയാതെ ഞാൻ ടെന്റ് കെട്ടി. ആ സമയം സൂറത്തുൽ മുൽക്ക്, ആ ടെന്റിന്റെ അകത്ത് മണ്ണിന്റെ അടിയിൽ നിന്നും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യ ശബ്ദം ഞാൻ കേട്ടു നബിയെ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിയൽ മാനിഅ ഹിയൽ മുൻസിയാ. മോനെ, ശരിയത്, അത് സൂറത്തുൽ മാനിഅയാണ് നീ കേട്ടത്, അത് സൂറത്തുൽ മുൻസിയയാണ് നീ കേട്ടതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാനിഅ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ അദാബിനെ തടഞ്ഞു നിർത്തുന്നു. എവിടെ? ഖബറിൽ. ഖബറിൽ അള്ളാഹുവിന്റെ അദാബിനെ തടഞ്ഞു നിർത്തുന്നു. അതാണ് അൽ മാനിഅ. അത് സൂറത്തുൽ മാനിഅയാണ് മോനെ, അത് സൂറത്തുൽ മുൻസിയയാണ്. ഖബറിന്റെ അദാബിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന അധ്യായമാണ് മോനെ. മാനിഅ, മുൻസിയ എന്ന് പേരുള്ള രണ്ട് സൂറത്ത് ഖുർആനിലില്ല. അപ്പൊ ഈ പേര് എവിടെ ഉള്ളത്? ഈ പേര് പൂർവകാല വേദഗ്രന്ഥങ്ങളിൽ സൂറത്തുൽ മുൽക്കിന്റെ പേര് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ പൂർവകാല സമുദായത്തിൽ ജീവിച്ചു പോയ മഹാൻ കണ്ടോ, തൗറാത്തിൽ ഈ അധ്യായത്തിന്റെ പേര് അൽ മാനിഅ എന്നാണ്. അത് ഖുർആനില് അൽ മുൽക്കാണ്. ഇത് ഇൻജീലിൽ അൽ വാഖിയ, വാഖിയയാണ്. വാഖിയ അല്ല, വാഖിയ, സംരക്ഷിക്കുന്നത്. അപ്പൊ പൂർവകാല സമുദായത്തിൽ ഈ രീതിയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത മഹാന്മാരുണ്ട് പൂർവകാല സമുദായത്തിൽ. കണ്ടോ. ഇനി നമുക്ക് മറ്റൊരു സംഭവം, ഇതിനോടനുബന്ധമായി ഒരു സംഭവം നമുക്ക് നോക്കാം. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണല്ലോ. കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന കാരണവരാണ്, സ്വഹാബി ആണ്. കേരളത്തിൽ ദീനുമായി വരുമ്പോൾ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആ സംഘത്തിൽ ഏറ്റവും പ്രായമുള്ള മഹാനാണ്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുന്നേ, മഹാനവറുകളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതിന്റെ മുന്നേ, അതായത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പേ, മഹാനവറുകൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. 2 വയസ്സുള്ള പെൺകുട്ടി. 2-ാം വയസ്സിൽ ആ കുട്ടി മൺമറഞ്ഞു. ഇസ്ലാമിൽ വരുന്നതിന് മുന്നേ മഹാനവറുകൾക്ക് 2 വയസ്സുള്ള ഒരു മോള് മരിച്ചിട്ടുണ്ട്. അങ്ങനെ മഹാനവറുകൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഈ പൊന്നുമോളെ സ്വപ്നം കാണാണ്. വഹിയ തഖൂലു യാ ബതി, മഹാനവറുകളുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പൊന്നുമോള് പറയാണ്, അലം യഅനി ലില്ലദീന ആമനു ഔ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
സൂറത്തുൽ ഹദീദിന്റെ 16-ാമത്തെ ആയത്ത് ഓതാൻ തുടങ്ങി. ഈ 2 വയസ്സുള്ള മോള് വാപ്പാടെ സ്വപ്നത്തിൽ വന്നിട്ട് സൂറത്തുൽ ഹദീദിന്റെ 16-ാമത്തെ ആയത്ത് ഓതാൻ തുടങ്ങി. ഇത് കേട്ട മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. സ്വപ്നത്തിലാണ് മോള് വന്നിട്ട് ഓതുന്നത്. കൊച്ചുമോള് 2 വയസ്സ്. എന്താ ഈ ഓതിയത്? അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾക്ക്. അപ്പോൾ ഈ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അല്ലാഹു എന്ന തോന്നലൊക്കെ വന്നിട്ടുണ്ട്. ദീൻ വിശ്വസിക്കണം എന്ന ഒരു വിചാരമൊക്കെ വന്നിട്ടുണ്ട്. ഈ സംഭവം മഹാനവറുകൾ മുസ്ലിം ആയതിന്റെ ആദ്യ ദിവസങ്ങളിലാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ഇസ്ലാമികമായ പ്രവേശനത്തിന്റെ തുടക്കം അതിന്റെ ഏറ്റവും അടുത്ത ആദ്യ സമയത്താണ്. അള്ളാഹു എന്ന തോന്നലൊക്കെ മനസ്സിലുണ്ട്. ഒന്ന് മുസ്ലിമായ കൊള്ളാന്നൊക്കെ ഉണ്ട്. മനസ്സിൽ ഈമാന്റെ വെളിച്ചം കയറിയിട്ടുണ്ട്. പൊന്നുമോള് സ്വപ്നത്തിൽ വന്നുകൊണ്ട് സൂറത്തുൽ ഹദീദിന്റെ 16-ാമത്തെ ആയത്ത് ഓതിക്കൊടുക്കാണ് വാപ്പാക്ക്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഉള്ളിന്റെ ഉള്ളിൽ ഈമാൻ കടന്നു തുടങ്ങിയ മനുഷ്യ, ഉള്ളിൽ ഈമാന്റെ വെളിച്ചമെത്തിയ മനുഷ്യ, നിനക്ക് ഇനിയും സമയമായിട്ടില്ലേ? അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് നിന്റെ മനസ്സിനെ സമർപ്പിക്കാൻ ഇനിയും നിനക്ക് നേരമായില്ലെന്നോ? എന്ത് സമയം കളയണ്? പോയി ഈമാൻ ഉറയ്ക്കൂ എന്ന് അർത്ഥം വരുന്ന ഈ ആയത്ത് അങ്ങ് ഓതിയതോടുകൂടെ മഹാനവറുകൾ കരഞ്ഞുപോയി. അപ്പോൾ ചോദിച്ചോ സ്വപ്നത്തിൽ, യാ ബുനൈതവാന്തും തഅരിഫൂനൽ ഖുർആൻ. പൊന്നുമോളെ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിനക്ക് ഖുർആൻ അറിയുമോ? ആ പൊന്നുമോള് പറയാണ്, ഫഖാലത് യാ ബത്തി നഹ്നു അഅറഫു ബിഹി മിൻകും. ഖബറിൽ കിടക്കുന്ന ഞങ്ങൾക്ക് ഭൂമിയിലുള്ള നിങ്ങളെക്കാളും ഖുർആനും ഹദീസൊക്കെ കൂടുതൽ അറിയാം. കാരണം അതങ്ങോട്ട് ബോധ്യമാണ്. ഖബറിലുള്ള മനുഷ്യർക്ക് ഖുർആൻ ശരിക്കും അറിയാം. ഫക്കാന ദാലിക സബബ് തൗബതിഹി. ഈ സംഭവമാണ് മാലിക് ബിൻ ദീനാർ തങ്ങൾക്ക് ശാശ്വതമായ ഒരു തൗബയോടുകൂടെ ഇസ്ലാമിലെത്താൻ കാരണമായതെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്താം. അപ്പൊ ചുരുക്കത്തിൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ ഇബാദത്ത് വലുത് തന്നെയാണ്. സ്വഹാബി ടെന്റ് കെട്ടിയത് അദ്ദേഹം അറിയാതെ ഒരു ഖബറിന്റെ മുകളിലാണെങ്കിൽ ഖബറിൽ കിടക്കുന്ന പൂർവകാല സമുദായത്തിന്റെ പരിശുദ്ധ വചനത്തെ മനഃപ്പാടമാക്കിയ ആ മഹാനായ മനുഷ്യന്റെ ശബ്ദം കേട്ടപ്പോ ഖബറിലുള്ള മനുഷ്യന്മാരുടെ അമല് പുറത്തുനിന്ന് അറിയാൻ പറ്റുന്ന. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, മിഅ്റാജിന്റെ അനുഗ്രഹാനുഭൂതിയിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഖബറിന്റെ അകത്ത് മൂസാ നബി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അകത്ത് നിസ്കരിക്കുന്നത് കണ്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പൊ ഖബറിന്റെ അകത്ത് ഇബാദത്തുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, നിസ്കാരമുണ്ട്, ഇതെല്ലാം ഉണ്ടാവും. അള്ളാഹു നമുക്ക് അതൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ഖബറിലും അവരവിടെ ഇങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതങ്ങനെയാണ്. കൂലിയൊക്കെ കിട്ടല്ലോ. കൂലിയൊക്കെ അള്ളാഹു കൊടുക്കാൻ വെച്ച മരണത്തിന് ശേഷവും അത് കിട്ടാം. ഏതായാലും ഖബറും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുന്ന മഹാന്മാരുണ്ട്. ഖബറിന്റെ അകത്ത് സൂറത്തുൽ മുൽക്ക് കാവലാണ് ഒരു മനുഷ്യന്. ഖബറിന്റെ അകത്ത് പാരായണം ചെയ്യാം. ഖബറിന്റെ അകത്ത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന മഹാന്മാരുണ്ട്. സൂറത്തുൽ മുൽക്ക് ജീവിതത്തിൽ ഭൂമിയിൽ വെച്ച് മരണത്തിന് മുന്നേ പാരായണം ചെയ്ത് ഖബറിന്റെ അകത്ത് ശിക്ഷയ്ക്ക് കാവൽ എന്നോണമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിൽ വെച്ച് ജീവിച്ചിരിക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ ഖബറിലെത്തിയാൽ ശിക്ഷ സംഭവിക്കാതിരിക്കാനുള്ള കാവൽ എന്നോണം ഒരു കരുതലാണിത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അത് ഓതാൻ പറഞ്ഞത്. എന്നാലും അവിടെ പോയാൽ ഇത് ഓതുന്നത്, എവിടെ പോയാൽ ഖബറിലെത്തിയാലും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന് ഖബറിൽ ശിക്ഷ വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഖബറിൽ കിടക്കുന്ന ഖബറാളിയുടെ തലഭാഗത്തു കൂടിയ ശിക്ഷ വരാതെ. നമ്മുടെ നാട്ടിലെ ഖബറിൽ തല പോകുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. അപ്പൊ വടക്കുന്ന ശിക്ഷ വരാം ഖബറിൽ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഖബറിൽ കിടക്കുന്ന മനുഷ്യന് വടക്ക് ഭാഗത്തു നിന്നും ശിക്ഷ വരുന്നു, തലഭാഗത്തു നിന്നും. അപ്പോൾ ഒരു മലക്ക് വിളിച്ചു പറയും, ലൈസ ലക്കും അലൈഹി സബീൽ. ഓ, ഈ ശിക്ഷ കൊണ്ടുവരുന്ന മലക്കുകളോടും വേറൊരു മലക്ക് പറയും, തലഭാഗത്തു കൂടി പോകാൻ പറ്റൂല. കാരണം ഇന്നഹു കാന യഖറഉ അലാ റഅസിഹി സൂറത്തുൽ മുൽക്ക്. അവന്റെ തലയുടെ ഭാഗത്ത് നിന്ന് സൂറത്തുൽ മുൽക്ക് പാരായണം ഉണ്ടായിട്ടുണ്ട്. അതായത് അവന്റെ വായിൽ നിന്നും.
തലയുടെ ഭാഗത്താണുള്ള വായ്. സൂറത്തുൽ മുൽക്കിന്റെ ശബ്ദം ഈ തലയുടെ ഭാഗത്തൊക്കെ എപ്പോഴും മുഖരിതമായിരുന്നു. തലഭാഗത്തു കൂടി അദാബ് പോവാൻ വഴിയില്ല. ഖബറിലെ അദാബ് തലഭാഗത്തുകൂടി എന്തായാലും പോക്കെടുക്കൂല. അപ്പോൾ അവന്റെ കാലിന്റെ ഭാഗത്ത് കൂടി സൂറത്തുൽ മുൽക്ക് കാലിന്റെ ഭാഗത്ത് കൂടി അദാബ് ഇങ്ങനെ വരാൻ തുടങ്ങും. ഖബറിലെ അദാബ് ഇപ്പോൾ കാലിന്റെ ഭാഗം, അതായത് തെക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ അദാബ് വരാൻ തുടങ്ങും. അപ്പോഴും ഒരു മലക്ക് വിളിച്ചു പറയും, ലൈസലക്കും അലൈഹി സബീൽ, കാൽഭാഗത്തുകൂടി കാലിന്റെ ഭാഗത്തുകൂടി ഈ മനുഷ്യനെ ശിക്ഷിക്കാനുള്ളതായ ഒന്നും തന്നെ കൊണ്ടുവരാൻ കഴിയൂല. കാരണം കാന യഖൂമു ഫയഖറഉ സൂറത്തുൽ മുൽക്കി, ഒരിക്കൽ ഇയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതിയിട്ടുണ്ട്. അപ്പൊ നിന്നുകൊണ്ട് ഓതിയതുകൊണ്ട് മുൽക്ക് ഓതാൻ വേണ്ടിയിട്ട് നിന്ന കാലല്ലേ, കാൽഭാഗത്തു കൂടി അദാബേ നിനക്ക് വരാൻ സാധ്യതയില്ല, നീ പൊയ്ക്കോ. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ഉള്ളിലൂടെ അദാബ് കയറ്റാൻ നോക്കും, ശരീരത്തിന്റെ ഉള്ളിലൂടെ അദാബ് കടത്താൻ നോക്കും. അപ്പോഴും വിളിച്ചു പറയും, ലൈസ ലക്കും അലൈഹി സബീലുൻ ഇന്നഹു വഅ സൂറത്തുൽ മുൽക്കി ഫീ ജൗഫിഹി. ശരീരത്തിന്റെ അകത്തുകൂടി അദാബ് കയറാനും അവസരമില്ല. കാരണം ഈ മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത്, ഹൃദയത്തിന്റെ അകത്ത് സൂറത്തുൽ മുൽക്ക് മനപ്പാടമുണ്ട്, അതുകൊണ്ട് പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്, വദത്തു അന്ന തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു ഫീ ഖൽബി കുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനിന്റെയും മനസ്സിൽ സൂറത്തുൽ മുൽക്ക് മനപ്പാടമുണ്ടാവണമെന്ന് എനിക്ക് ഇഷ്ടമാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ മുൽക്ക് മനപ്പാടമുള്ള മനുഷ്യനെ ഒരു നിലക്കും അദാബ് പ്രാപിക്കൂല. നിന്നും ഇരുന്നും കിടന്നും ഒക്കെ മുൽക്ക് പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഖബറിന്റെ അകത്ത് അദാബ് വരുമ്പോ അദാബിനെ പ്രതിരോധിക്കാൻ സൂറത്തുൽ മുൽക്ക് കൊണ്ട് കഴിയും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖബറിൽ പാരായണവും നിസ്കാരവും ഒക്കെ നടക്കാണ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ഖബറാളിയുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാണ്. സൂറത്തുൽ മുൽക്ക് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഖബറിന്റെ അകത്ത് അത്ഭുതമായിട്ട് നടക്കുന്നുണ്ട്. അതായത് ഒരു മൂമിനായ മനുഷ്യൻ ഖബറിലെത്തിക്കഴിഞ്ഞാൽ അവന് ഓതാൻ വേണ്ടി മുസ്ഹഫ് തന്നെ കൊടുക്കുമെന്നാണ് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത്. യുഅ്തൽ മുഅ്മിനു മുസ്ഹഫൻ യഖറഉ ഫിൽ ഖബ്രി, ഖബറിൽ വെച്ച് ഓതാൻ വേണ്ടി മുസ്ഹഫ് തന്നെ കൊടുക്കുന്ന. ജീവിതത്തിൽ ഒരുപാട് ഖുർആൻ ഓതുന്ന ആൾക്ക് അവിടെ ചെന്ന ഖുർആൻ ഇല്ലാതെ പറ്റൂല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്രയോ ഉമ്മമാര് 20-30 ഖത്മുൽ ഖുർആൻ ഒരു വർഷം തീർക്കുന്ന, ജീവിതത്തിന്റെ എല്ലാ തിരക്കിന്റെയും ഇടയിൽ, രോഗങ്ങളുടെ ഇടയിൽ, മനപ്രയാസങ്ങളുടെ ഇടയിൽ എല്ലാം മറന്നുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് 20-30 ഖത്മുൽ ഖുർആൻ ഒരു വർഷം തീർക്കുന്ന സ്വർഗം ഉറപ്പുള്ള ഉമ്മമാരെ എനിക്കറിയാം. അല്ലാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അത്രത്തോളം ഖുർആനുമായി ബന്ധപ്പെട്ട് ഇഴകി ജീവിക്കുന്ന ആളുകൾക്ക് ഖബറിലെത്തിയാലും മുസ്ഹഫ് കൊടുക്കപ്പെടും. റൂഹുൽ ബയാൻ രേഖപ്പെടുത്തുന്നു, ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, യുഅ്തൽ മുഅ്മിനു മുസ്ഹഫൻ യഖറഉ ഫിൽ ഖബ്രി, ഖബറിൽ ഖുർആൻ പാരായണം ചെയ്യാൻ ഖബറിന്റെ അകത്ത് മുസ്ഹഫ് കൊടുക്കപ്പെടുമത്രേ. ഖബറിന്റെ അകത്ത് മുസ്ഹഫ് കിട്ടും. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഖുർആൻ പാരായണം ഖബറിൽ നടത്താൻ കിട്ടണമെങ്കിൽ ഭൂമിയിൽ നിന്ന് ഒരുപാട് പാരായണം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു സംഭവം കണ്ടോ, മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു സംഭവം റൂഹുൽ ബയാൻ തന്നെ രേഖപ്പെടുത്തുന്നു. സഈദ് ബിൻ ജുബൈർ തങ്ങൾ കാണുകയാണ്, കണ്ണുകൊണ്ട് കാണാണ് ഖബറിന്റെ അകത്തൊരു അത്ഭുതം. ഖബറിന്റെ അകത്ത് അത്ഭുതം ഒരു മഹാനായ മനുഷ്യന്റെ ഖബറിന്റെ അകത്ത് നിന്ന് ആ അത്ഭുതം കാണാൻ പറ്റും. അത്ഭുതം മഹാന്റെ ഖബറിൽ നിന്ന് ഉണ്ടാവും. അപ്പൊ കാണുന്ന ആളും ചില്ലറക്കാരനല്ല, ഖബറിൽ കിടക്കുന്ന ആളും ചില്ലറയല്ല. ഖബറിൽ കിടക്കുന്ന ആള് മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ആണ്. ആരാന്ന് ഞാൻ പറഞ്ഞു തരാം. ഖബറിൽ കിടക്കുന്ന അത്ഭുതം കാണുന്നോടത്ത് ഖബറിന്റെ അകത്ത് കിടക്കുന്ന മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഖബറിലെ ഈ അത്ഭുതം കാണുന്ന ആളാരാണ്? സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ആണ്. ഈ രണ്ടുപേരും താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാരാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന കാണുന്ന മഹാനുണ്ടല്ലോ, അദ്ദേഹം താബിഈങ്ങളിൽ പ്രമുഖനും താബിഈങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള മഹാനുമാണ്. ഫഖദ് അഖഫ അലൽ ഇൽമി മുൻദു ബിദായത്തി ഹയാതിഹി, വളരെ കുഞ്ഞിലേ തന്നെ അക്ഷരങ്ങൾ കൂട്ടി ഉച്ചരിക്കുന്നതിന് മുന്നേ തന്നെ
ഉമ്മയുടെ മാരടത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിയ പ്രായത്തിൽ തന്നെ ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച മഹാനാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇൽമിന്റെ വഴിയിലാണ്. അത്രയും ബാല്യത്തിൽ തന്നെ അദ്ദേഹം ഇൽമിന്റെ വഴിയിൽ എത്തി. മഹാനവറുകൾ ഇൽമു പഠിച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിലെ വലിയ വലിയ സ്വഹാബികളിൽ നിന്നും നേരിട്ട് ഇൽമു പഠിച്ച താബിആണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ എന്ന ഖാജ. വലിയ പണ്ഡിതനാണ്, ഒരുപാട് ഹദീസുകളുടെ റാവിയാണ് മഹാനവറുകൾ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറയാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു മഹാനായ സാബിത്തുൽ ബുന്നാനി തങ്ങളുടെ ഖബറിടത്തിൽ കണ്ടു. സാബിത്ത് ബിൻ ബുന്നാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടത്തിൽ ഞാൻ കണ്ടു. ഒരു അത്ഭുതം കണ്ടു. എന്താ അത്ഭുതം എന്നറിയോ? യുസല്ലി ഫീ ഖബരിഹി ഹീന സഖതത് ലബ്നത്തുൻ മിൻ ഖബരിഹി. സാബിത്തുൽ ബുന്നാനി എന്ന മഹാന്റെ ഖബറിന്റെ ഒരു ഭാഗം ഒരിക്കൽ ഇടിഞ്ഞു. ഖബറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴേക്ക് പോയപ്പോ ആ വിടവിലൂടെ ഞാൻ നോക്കിയപ്പോ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു എന്ന ഖബറാളി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ കണ്ണുകൊണ്ട് കണ്ടു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. മാത്രവുമല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല മഹാന്മാരും ഈ ഇടിഞ്ഞു പോയ ഖബറിന്റെ അകത്തുനിന്ന് പലപ്പോഴും ഖുർആൻ, ഒരുപാട് സമയം ഖുർആൻ പാരായണം ആ ഖബറിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കേൾക്കാമായിരുന്നു. ഒരുപാട് മഹാന്മാർ അതിന് സാക്ഷിയായിരുന്നു. അപ്പൊ ഖബറിൽ കിടക്കുന്ന ആള് ചില്ലറക്കാരനല്ല. അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാ? ആരാ? സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. താബിഈങ്ങളിൽ പ്രമുഖനാണ് മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. മാത്രവുമല്ല, മഹാനവറുകൾ മുഹദ്ദിസാണ്, ഹദീസ് നിവേദനം ചെയ്യുന്ന സ്വഹാബി മഹാനാണ്. മാത്രവുമല്ല, സിഖത്താണ് എന്ന് പറഞ്ഞാൽ ആ മഹാൻ ഉൾപ്പെട്ടിട്ടുള്ള ഹദീസ് പരമ്പര ഒരിക്കലും ദഈഫായിട്ടില്ല. അത്രയും വലിയ ഹദീസ് നിവേദന പരമ്പരയിലെ പ്രമുഖനും പ്രധാനിയും വിശ്വസ്തനുമായ താബിആണ് ഈ ഖബറിൽ കിടക്കുന്ന മഹാൻ. മാത്രവുമല്ല, ബസ്രാക്കാരനാണ്. മഹാനവറുകൾ കാന യഖറഉൽ ഖുർആന ഫീ കുല്ലി യൗമിൻ വലൈല. രാത്രിയും പകലും ഇങ്ങനെ ഖുർആൻ ഓതൽ തന്നെയായിരുന്നു ജോലി. വയസൂമു ദഹ്റ. സാബിത്തുൽ ബുന്നാനി തങ്ങൾ രണ്ട് പെരുന്നാളല്ലാത്ത, നോമ്പ് പിടിക്കൽ പാടില്ലാത്ത ദിവസം ഒഴിച്ച് അയ്യാമത്തെ ശരീഖിന്റെ ദിവസങ്ങളും പിന്നെ രണ്ട് പെരുന്നാളും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസവും നോമ്പെടുത്ത, അങ്ങനെ ഒരു കൊല്ലം മുഴുവനും നോമ്പെടുത്തിരുന്ന മഹാനായിരുന്നു. മാത്രവുമല്ല, സ്വഹീബ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 40 സന. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതനായ സ്വഹാബിയുടെ കൂടെ 40 കൊല്ലം ഇൽമു തേടി നടന്നിട്ടുണ്ട് ഈ സാബിത്തുൽ ബുന്നാനി എന്ന നിലവിലെ ഖബറാളി റളിയല്ലാഹു അൻഹു. 40 കൊല്ലം അനസ് ബിൻ മാലിക്കിന്റെ ശിഷ്യനായിരുന്നു. മാത്രവുമല്ല, ഹിജറ 127 വഫാത്താകുമ്പോൾ 86 വയസ്സുണ്ട്. 86 വയസ്സ് വരെ ജീവിച്ചു. സാബിത്ത് റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദനി സ്വലാത ഫീ ഖബരിഹി ഫഅഅതിനി സ്വലാത ഫീ ഖബരി. എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, പടച്ചോനെ, ഒരാൾ മരിച്ചിട്ട് ഖബറിന്റെ അകത്ത് മൂസാ നബി നിസ്കരിച്ച പോലെ നിസ്കരിക്കാൻ ഇനി നീ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തന്നോട്ടോ അല്ലാ, എനിക്ക് അങ്ങനെ തരണോട്ടോ എന്ന് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹു അതങ്ങ് കൊടുത്തു, അദ്ദേഹത്തിന് കൊടുത്തു. ഇന്ന ഹാദിഹി ദഅവത സ്തുജീബത ലഹു വ അന്നഹു റുഇയ ബഅദ മൗതിഹി യുസല്ലി ഫീ ഖബരിഹി. ഒരുപാട് ആളുകൾ ഈ മഹാന്റെ ഖബറിൽ നിസ്കരിക്കുന്ന കാഴ്ച ഒരുപാട് മഹാന്മാർ ഖബറിന്റെ പുറത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അത്രയും വലിയ മഹാൻ. അപ്പൊ ഖബറിന്റെ അകത്ത് തബാറക പാരായണം ചെയ്യുന്നവരുണ്ട്, ഖബറിന്റെ അകത്ത് മറ്റുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നവരുണ്ട്, ഖബറിന്റെ അകത്ത് നിസ്കരിക്കുന്നവരുണ്ട്. ഖബറാളി സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അവന് നേരം പോക്ക് ഉണ്ടാവാൻ വേണ്ടി ഓതാൻ ഒരു മുസാഹിഫ് ചോദിക്കും, മലക്കുകൾ അത് കൊടുക്കുമെന്ന് മഹാന്മാരായ താബിഈങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ധാരാളം സംഭവങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടോ, ബലഗനി അന്നൽ മുഅ്മിന ഇദാ മാത വലം യഹ്ഫദിൽ ഖുർആൻ. പഠിച്ചോ ഒരാൾ മരിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യൻ. ആദ്യം തന്നെ പറയട്ടെ, ഖുർആൻ ഹാഫിദ് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് വിടൂല. സാധാരണ നോർമലി അങ്ങനെയാണ്. ഖുർആൻ ഹാഫിദ് അല്ലാത്തവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോക്ക് വലിയ പ്രയാസം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാഫിദാകുന്ന ആളുകളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികൾ ധാരാളം ഹാഫിദീങ്ങളായിരുന്നു.
ഏറെക്കുറെ മിക്കവാറും എല്ലാവരും ഹാഫിദീങ്ങളായിരുന്നു. കണ്ടോ, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിന് കിട്ടിയ ഒരു വിവരം, ഒരു മൂമിനായ മനുഷ്യൻ മരിച്ചു, പക്ഷെ അദ്ദേഹം ഖുർആൻ മനപ്പാടമില്ലാത്ത മൂമിനാണ്, ഖുർആൻ മനപ്പാടമില്ല. എന്നാൽ ഹഫളത്തിന്റെ മലായികത്തിനോട് അല്ലാഹു കൽപ്പിക്കും, അയ്യുഅല്ലിമുഹുൽ ഖുർആന ഫീ ഖബ്രിഹി. ഈ മനുഷ്യൻ, മൂമിനായ മനുഷ്യന് ഖബറിൽ കുറച്ചു നാളുണ്ടായിട്ടാണല്ലോ മഹ്ശറിലേക്ക് പോകാൻ നിൽക്കുന്നത്. ഖബറിൽ വെച്ച് ഈ മനുഷ്യന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഹഫളത്തിന്റെ മലക്കുകളോട് അള്ളാഹു കൽപ്പനയിടും, എല്ലാവരും ഹാഫിദീങ്ങളായാലേ സ്വർഗത്തിൽ പോകൂ എന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിന് ഇതൊക്കെ നിഷ്പ്രയാസം കഴിയുന്ന കാര്യമാണ്. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിഫ്ള് അങ്ങ് കൊടുക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. അള്ളാഹു ഔദാര്യമായിട്ട് അങ്ങ് കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് നേരെ ചൊവ്വേ നാവിലൊന്ന് വന്ന് കിട്ടിയ എല്ലാം കിട്ടി. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിലേക്ക് അള്ളാഹു എത്തിക്കും. അങ്ങനെ എത്തിക്കുന്ന മഹാന്മാർക്ക് ഹൃദയത്തിൽ അള്ളാഹു ഖുർആനും കൊടുക്കും. ഹസൻ ബസ്രി തങ്ങൾ പറയാണ്, ഹഫളത്തിന്റെ മലായികത്തിനെ അള്ളാഹു ഏൽപ്പിക്കും ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് ഖുർആൻ അങ്ങ് പഠിപ്പിക്കാൻ. ഹഫളത്തിന്റെ മലായികത്തിന്റെ തന്ത്രവും അവരുടെ പഠനത്തിന്റെ വീര്യവും മറ്റൊരു ചിന്തയുമില്ല. ഖബറിലേക്ക് വാതിൽ തുറന്നിട്ടിരിക്കുക, സ്വർഗത്തിന്റെ വാതില്. അങ്ങോട്ട് നോക്കുമ്പോൾ സ്വർഗമാണ്. പടച്ചോനെ, ആ സ്വർഗത്തിലേക്ക് പോണെങ്കിൽ ഇതൊന്ന് കാണാതെ പഠിച്ചാൽ മതിയല്ലോ. ഇതങ്ങ് കാണാതെ പഠിക്കും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഖബറാളി ഇത് കാണാതെ പഠിക്കും. ഖുർആൻ ഹിഫ്ളുള്ള ആളുകളുടെ കൂടെ തന്നെ ആയിരിക്കും. ഖുർആൻ നിലവിൽ ഹിഫ്ളില്ലാതെ മരിച്ചുപോയ ഈ മൂമിനായ മനുഷ്യൻ ഖബറിൽ വെച്ച് പോലും ഹാഫിൾ ആകുന്നു എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. ഏതായാലും ഈ അർത്ഥത്തിൽ നമ്മുടെ പരിസരം പരിശുദ്ധമായ ഖുർആന്റെ വെളിച്ചമാണ്. ഖബറിന്റെ അകത്ത് നമുക്ക് കിട്ടണം. അത് നമ്മുടെ ജീവിതത്തിൽ മിനിമം സൂറത്തുൽ മുൽക്കെങ്കിലും പാരായണം ചെയ്യുന്ന പതിവുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലെ ശിക്ഷയെ തൊട്ട് കാവലിനായി ഭൂമിയിൽ നിന്നും ചെയ്യാൻ വേണ്ടി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അവിടുത്തെ ദിവസത്തിൽ ഒരൊറ്റ ദിവസം പോലും രാത്രിയിൽ ഇത് പാരായണം ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ പതിവാക്കിയിട്ടുള്ള, അതോടൊപ്പം തന്നെ മലക്കുകളുടെ ചിറകേൽ കയറി നമുക്ക് നാളെ മഹ്ശറയിൽ നെഞ്ചി വിരിച്ചു വന്നു നിൽക്കാൻ നമുക്ക് സഹായകമാകുന്ന, അതോടൊപ്പം ഖബറിന്റെ അകത്ത് അത്ഭുതങ്ങൾ മഹാന്മാരുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന സൂറത്തുൽ മുൽക്കിന്റെ ഈ വലിയ വലിയ സംഭവ ബഹുലമായ ചരിത്രങ്ങൾ, അതിനൊക്കെ സാക്ഷിയായിട്ടുള്ള ഈ അധ്യായം ഓരോ മൂമിനിന്റെ ഹൃദയത്തിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ കൊതിക്കാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോഹത്തോടുകൂടെ പറഞ്ഞിട്ടുള്ള, നമുക്കത് സാധിപ്പിച്ചു കൊടുക്കണ്ടേ? പാരായണം ചെയ്ത് അത് പതിവാക്കാം. 30 ആയത്തുകൾ മാത്രമുള്ള ഈ അധ്യായം, 30 ആയത്തുകൾ മാത്രമുള്ള അധ്യായം ഒരു മനുഷ്യന് ശുപാർശ ചെയ്യുക വഴി അവന്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ അധ്യായം ജീവിതത്തിന്റെ ഭാഗമാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നിലവിൽ ഇത് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു മനസ്സിന് ഊർജം കൊടുക്കട്ടെ. അവർക്ക് ഇനി കൂടുതൽ പാരായണം ചെയ്യാം. ഒരൊറ്റ മുൽക്കേ ഒരു ദിവസം പാരായണം ചെയ്യാവൂ എന്നതിന് അർത്ഥമല്ലാട്ടോ, എത്ര വേണമെങ്കിലും പാരായണം ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.